ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കുറുമൻ്റെയാണ്. പത്തിരിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെള്ളപ്പത്തിനും ഗീ റൈസിനൊക്കെ സൈഡാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ബീഫൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മട്ടൻ കുറുമയും വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് കുതിർത്ത് വെക്കാനുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-15ഓളം ഉണ്ടാകും. അതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. നമ്മൾ വൈറ്റ് കളറുള്ള കസ്കസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കസ്കസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഒരു 2 പീസ് പട്ട, 4 ഏലക്കായ്, ഒരു 6 ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു എന്താ പറയുക, ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയമാകുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ ഉള്ളി, അതായത് സവാള ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുണ്ടല്ലോ ഒരുപാട് തിന്നാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. കാരണം എന്തായാലും നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇത്രയും കനത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇതാ ഈ ഒരു എന്താ പറയുക വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ ഒരു ഉള്ളി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏകദേശം ഒരു 10-13ഓളം അല്ലി വെളുത്തുള്ളിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ബീഫിലേക്ക് എപ്പോഴും ചുവന്നുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സവാളൻ്റെ ഒരു അളവ് കുറച്ചിട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതാ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 ചേർത്ത് കേട്ടോ. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാകും. ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ. നല്ലോണം ഒന്ന് വാടി വന്നാൽ മതി. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 3/4 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ പീസാക്കിയിട്ട് ഉള്ള ബീഫാണത്. അത്യാവശ്യം എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള ബീഫാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനത് അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ ഇത് അതിലേക്കൊരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകം ഉണ്ടല്ലോ, നമ്മുടെ പെരിഞ്ജീരകം, അതിൻ്റെ പൊടിയാണ് ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിന്. അതേപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് മസാല ഒക്കെ നല്ലോണം ബീഫിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇതൊരു ബീഫ് വേവുന്ന എത്രത്തോളം ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കുക്കറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അത്രയും ആകുമ്പോഴത്തേക്കും നല്ലോണം ബീഫ് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിതാ നല്ലോണം അത് വേവിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ ഇതാ ഒരു 6-7 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിന്.
ഇനി ഞാനിത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇളക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യം പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു അരക്കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. തൈര് ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കട്ടായിട്ടുള്ളത് പോലെ തോന്നും, പക്ഷേ അത് തിളയ്ക്കുമ്പോൾ ഒക്കെ ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായില്ലേ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മൾ കസ്കസൊക്കെ കുതിർത്തിട്ടുണ്ടായില്ലേ, അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിന്. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുണ്ടല്ലോ ഒന്ന് തിളയ്ക്കുന്നതോട് കൂടി നമ്മുടെ എന്താ പറയുക കറി നല്ല പോലെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഏകദേശം ഒരു കപ്പോളം, ഏകദേശം 1.25 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഗ്ലാസിൻ്റെ അളവാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 1.5 ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരിട്ടിട്ട് തിളപ്പിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നല്ലപോലെ തിളക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിളച്ചാൽ മതിയാകും കേട്ടോ. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർക്കുമ്പോൾ എപ്പോഴും കുറുമക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്കുണ്ടല്ലോ കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുരുമുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള കുരുമുളകാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂണ് നേരത്തെ ചേർത്തത് തന്നെ മതിയാക്കിയത് കേട്ടോ. ഇനി ഞാനത് ഇറക്കിയതിന് ശേഷം ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ഞാനിത് ആ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയൊന്നുമില്ല, നമ്മുടെ കറിയിലേക്ക് നേരിട്ടാണ്ട് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി തന്നെ വറവിട്ടെടുക്കാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കറി. വലിയ ഉള്ളിക്ക് അത്രത്തോളം ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മളുണ്ടല്ലോ വറവിട്ടത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചാൽ പിന്നെ അപ്പം തന്നെ ഒന്ന് അടച്ച് വെക്കണേ. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ വറവിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമ്മൾ വറവിട്ടത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുണ്ടല്ലോ എന്താ പറയുക, ഒന്നുകൂടി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായി വരും കേട്ടോ. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ അതുപോലെ തക്കാളിയൊന്നും ചേർക്കാതെ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി കുറുമയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ മട്ടൻ കുറുമയും ചെയ്യുന്നത്. മട്ടന് നേരത്തെ ഒന്ന് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ബീഫ് വേവിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.